ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് 27 രാമിൻ്റെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. ഇഷുക്കുട്ടി കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, മമ്മ ഡോനറ്റ് വേണമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് ഡോനറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നെയ്ബറിന് ഒരു പ്ലേറ്റ് തന്നായിരുന്നു കേട്ടോ, അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇക്കാൻ്റെ കമ്പനിയിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ ഇന്ന് വന്നിട്ട് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. ഇത് പഴനുറുക്കാണ് കേട്ടോ. എൻ്റെ തലയിൽ തോന്നിയ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ കട്ട് ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. നോമ്പ് മുറിക്കുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ഫ്രൂട്ട്സ് കഴിക്കുമല്ലോ. ഞാൻ അങ്ങനെ ജ്യൂസ് കഴിക്കാറില്ല ഗൈസ്, ഇതുപോലെ ഫ്രൂട്ട്സ് ആണ് കട്ട് ചെയ്ത് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ഓവർനൈറ്റ് ഓട്സിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് മീത്തപ്പഴം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓവർനൈറ്റ് ഓട്സിന് വേണ്ടിയിട്ടുള്ള ആപ്പിളെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ നട്ട്സ് എല്ലാം ചേർത്ത് നമ്മുടെ ആപ്പിളും ചേർത്ത് നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ലെമൺ ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് കസ്കസ് സോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലെമൺ ജ്യൂസിലേക്ക് 2 ഏലക്കയും കുറച്ച് കാഷ്യൂനട്ടും പഞ്ചസാരയും കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ നല്ല സ്പെഷ്യൽ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ്. ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഡോനറ്റ് നമ്മുടെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് കേട്ടോ, അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ബാങ്ക് കേൾക്കാനുള്ള സമയമായി കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് സ്നാക്സ് എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പെട്ടെന്നൊരു കടലക്കറിയും കൊണ്ട് തട്ടിക്കൂട്ടാണ് കേട്ടോ. ഇന്ന് പുട്ടും കടലക്കറിയാണ് കഴിക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഇഫ്താറിനുള്ള എല്ലാ ഐറ്റങ്ങളും ടേബിൾ ഇതുപോലെ ഞാൻ ലേഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബാങ്ക് കേട്ടല്ലോ. അങ്ങനെ ഞാൻ ഈത്തപ്പഴം കഴിച്ച് നമ്മുടെ നോമ്പ് മുറിക്കുകയാണ് ഗൈസ്. ഇന്ന് 27 രാവാണെങ്കിൽ നാട്ടിലാണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി പള്ളിയിൽ നിന്ന് നെച്ചോറും മട്ടൻ കറിയും കിട്ടും ഗൈസ്. ഞാനതിൻ്റെ ഹാർഡ് കോർ ഫാനാണ്. എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ പഞ്ചാബിൽ വന്നതിന് ശേഷം ഇതുപോലെ ഒറ്റയ്ക്ക് നോമ്പ് മുറിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ എന്താ ചെയ്യുക, ഇക്ക പള്ളിയിൽ പോവും, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ നോമ്പൊക്കെ മുറിച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. പിന്നെ നമ്മുടെ ഓവർനൈറ്റ് ഓട്സും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.